പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ആവർത്തിച്ച് വായിച്ച് പ്രാർത്ഥിക്കാൻ ഒരു വചനം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാണ്. ഒന്ന്, ഇത് പ്രധാനമായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള ഭയങ്ങൾ, ഒറ്റയ്ക്കായി പോയി എന്നൊക്കെയുള്ള തോന്നലുകളൊക്കെ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ശക്തി നൽകുന്ന ഒരു വചനമാണ്. നീ ഒറ്റയ്ക്കല്ലെന്നും നീ ഭയപ്പെടേണ്ടതില്ലെന്നും നിന്റെ കൂടെ കർത്താവ് ഉണ്ടെന്നും നിനക്ക് ബോധ്യം നൽകുന്ന ഒരു വചനം. ഇന്ന് എന്തെങ്കിലും തരത്തിൽ ഒരു കണ്ണുനീരിന്റെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സൗഖ്യപ്പെടുത്താൻ ശക്തിയുള്ള ഒരു വചനമാണ് ഷെയർ ചെയ്യാൻ പോകുക. അല്പം നീളമുണ്ട്, 1, 2, 3 വചനങ്ങൾ കണക്ട് ചെയ്താണ് നമ്മൾ പറയാൻ പോകുന്നത്. പഴയ നിയമത്തിൽ സെഫാനിയ പ്രവാചകന്റെ പുസ്തകം എടുക്കണം, 3-ാമത്തെ അധ്യായം. ഒത്തിരി പേരും വായിച്ചിട്ടുള്ള ഒരു വചനമായിരിക്കാം. ചിലർ ഇത് വാൾപേപ്പറൊക്കെ ആയിട്ട് എഴുതി ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുള്ളതായിരിക്കാം, ഫോണിലൊക്കെ ഇത് ഉണ്ടായിരിക്കാം. അത്രയും ബ്യൂട്ടിഫുൾ ആയ, പവർഫുൾ ആയ, നമ്മുടെ ഉള്ളിൽ ഒരു തണുപ്പ് തരുന്ന ഒരു വചനമാണിത്. സഫാനിയ പ്രവാചകന്റെ പുസ്തകം എടുക്കാം. അതിന്റെ 3-ാമത്തെ അധ്യായത്തിൽ 14 മുതലുള്ള വാക്യങ്ങളാണ്. സഫാനിയ 3:14 ഓൺവേഴ്സ്. നമുക്ക് ഒരുമിച്ച് അത് വായിക്കാം. സഫാനിയ 3:14. സിയോൻ പുത്രി ആനന്ദഗാനം ആലപിക്കുക, ഇസ്രായേലെ ആർപ്പ് വിളിക്കുക, ജെറുസലേം പുത്രി പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്കുക. സോ ഇതാണ് ഈശോ നമ്മളോട് പറയണത്. ഇന്ന് സങ്കടത്തിന്റെ കാര്യങ്ങളുണ്ടായി, ഇന്ന് കണ്ണുനീരിന്റെ അനുഭവങ്ങളുണ്ടായി, ഇന്ന് നെഞ്ചൊലയ്ക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളുണ്ടായി, നിലവിളിക്കുന്ന സങ്കടങ്ങൾ നമുക്കുണ്ടായി. പക്ഷേ കർത്താവിന്റെ വചനം പറയാണ്, ആനന്ദഗാനം ആലപിക്കുക, ആർപ്പ് വിളിക്കുക, സന്തോഷിച്ചുല്ലസിക്കുക. എന്താണ് റീസൺ? അടുത്ത വചനം 15-ാം വാക്യം. നിനക്കെതിരെയുള്ള വിധി കർത്താവ് പിൻവലിച്ചിരിക്കുന്നു, നിന്റെ ശത്രുക്കളെ അവിടുന്ന് ചിതറിച്ചിരിക്കുന്നു. ഇത് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തെന്ന് വിശ്വസിച്ച്, നിന്റെ ശത്രുക്കളെ കർത്താവ് ചിതറിച്ചിരിക്കുന്നു. ഇന്ന് നിന്നെ വിഷമിപ്പിച്ച ആ സാഹചര്യം, ആ സ്ഥലം, ആ വ്യക്തി, ആ അനുഭവങ്ങൾ, ഏറ്റവും ട്രോമാറ്റിക് ആയ ആ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ്, നിന്നെ വിഷമിപ്പിച്ച, നിന്നെ തകർത്ത് കളയാൻ ശ്രമിച്ച ആ ശത്രുക്കൾക്കെതിരെ കർത്താവിത ഇറങ്ങിയിരിക്കുന്നു. നിന്റെ ശത്രുക്കളെ അവിടുന്ന് ചിതറിച്ചിരിക്കുന്നു. ഇത് ഹൃദയത്തിലോട്ട് ഏറ്റെടുത്ത് വിശ്വസിക്കണം. എനിക്ക് ആനന്ദിക്കാൻ, എനിക്ക് സന്തോഷിക്കാൻ, എനിക്ക് ആർപ്പ് വിളിക്കാൻ ഒറ്റ കാരണം, എനിക്കെതിരെയുള്ള ആ നെഗറ്റീവ് ടൈമിംഗ് മാറി, എനിക്കെതിരെയുള്ള ആ വിധി മാറി. എൻ്റെ ശത്രുക്കളെ കർത്താവ് ചിതറിച്ചിരിക്കുന്നു. വിശ്വാസത്തോടെ ഇത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. അടുത്ത വചനം 16-ാമത്തെ വാക്യമാണ്. എന്തെങ്കിലും തരത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ, കൂടെ ആരുമില്ല, സങ്കടത്തിൻ്റെ ഒരു സമയത്ത് തന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഒരാൾ പോലും ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ഈശോയുടെ കുഞ്ഞിനോട് ഈശോയ്ക്ക് ഈ രാത്രിയിൽ ഇപ്പോൾ പറയാനുള്ള ഒരു വചനമാണ്. സഫാനിയ 3:16. ഇസ്രായേലിന്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യയുണ്ട്, നിങ്ങൾ ഇനിമേൽ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല. അന്ന് ജെറുസലേമിനോട് പറയും, സിയോനെ ഭയപ്പെടേണ്ട, നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ. സിയോനെ ഭയപ്പെടേണ്ട, നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ. ഒരു സ്ക്രീനിന്റെ അപ്പുറത്തുനിന്ന് ഈശോയുടെ വചനം കേട്ടോണ്ടിരിക്കുന്ന ഈശോയുടെ കുഞ്ഞെ, ഭയപ്പെടേണ്ട, നിന്റെ ദൈവം നിന്റെ കൂടെ തന്നെ ഉണ്ട്, നിന്റെ കരങ്ങൾ ദുർബലമാവരുത്. ഇന്ന് നീ ഒത്തിരി അധ്വാനിച്ചു, ഒത്തിരി പഠിച്ചു, ഒത്തിരി കാര്യങ്ങൾ നീ ചെയ്തു. പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ നീ ജോലി ചെയ്യുന്ന, പഠിക്കുന്ന സ്ഥാപനത്തിന് വേണ്ടി, ശുശ്രൂഷ ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. തളർന്നു പോകുന്ന പോലെ നീ പണിയെടുത്തു, അധ്വാനിച്ചു. പക്ഷേ അവർ നിനക്കെതിരെ തിരിഞ്ഞു കാണും, നിന്നെ തെറ്റിദ്ധരിച്ച് കാണും, നിന്നെ മാറ്റി നിർത്തി കാണും, നിന്നെ മനസ്സിലാക്കാതെ പോയി കാണും. തളരരുത്, നിന്റെ കരങ്ങൾ ദുർബലമാവരുത്. അവരുടെ അപ്രീസിയേഷൻസ് അല്ല, അവരുടെ കയ്യടികളല്ല, നിന്റെ കൈക്ക് പിടിക്കുന്ന കർത്താവ് നിന്റെ കരം പിടിച്ചിട്ടുണ്ട്. നിന്റെ കരങ്ങൾ അതുകൊണ്ട് ദുർബലമാവരുത്. അടുത്ത വചനം കൃത്യമായിട്ട് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം. 17-ാം വാക്യം. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേ ഉണ്ട്. ഒന്ന് അടയാളപ്പെടുത്തിയിട്ടു, ഹൈലൈറ്റ് ചെയ്തിട്ടോ, എൻ്റെ ദൈവം. ആ വചനം ഇങ്ങനെ വായിക്കണം. എൻ്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് എൻ്റെ കൂടെ ഉണ്ട്. ബാക്കിയുള്ളവർ പോട്ടെ, അവർ മൈൻഡ് ചെയ്തില്ല, പോട്ടെ. അവര് തെറ്റിദ്ധരിച്ചു, അവര് നിങ്ങളുടെ ഹാർഡ് വർക്ക് കണ്ടില്ല, നിങ്ങൾ ഇത്ര ആത്മാർത്ഥമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടോ അവർ നിങ്ങളുടെ കൂടെ നിന്നില്ല. നിങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിക്കാണും. ആ അബദ്ധത്തിന്റെ പേരിൽ ഇതുവരെ നിങ്ങൾ ചെയ്ത എല്ലാ നന്മകളെയും അവർ തമസ്കരിച്ച് കളഞ്ഞാണ്, അവർ മറന്നു കളഞ്ഞാണ്. അവർ ചിലപ്പോൾ നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞാണ്. പക്ഷേ നീ തോറ്റിട്ടില്ല. കർത്താവ് പറയാണ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ കൂടെ ഉണ്ട്. നീ തോറ്റെന്ന് പറഞ്ഞാലും സമ്മതിക്കുകയല്ല കർത്താവ്, കാരണം അവൻ വിജയം നൽകുന്നവരാണ്. ഈശോ വിജയം നൽകും, അവൻ നിന്റെ കൂടെയുണ്ട്. അടുത്തൊരു വചനോടെ വായിക്കാവോ? 18-ാമത്തെ വാക്യം അടയാളപ്പെടുത്തിയിട്ടേ. നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും, തൻ്റെ സ്നേഹത്തിൽ അവിടുന്ന് നിന്നെ പുനഃസ്ഥാപിക്കും, പുനഃപ്രതിഷ്ഠിക്കും. ഉത്സവതലത്തിൽ എന്ന പോലെ അവിടുന്ന് നിന്നെക്കുറിച്ച് ആനന്ദഗീതം ഉതിർക്കും. ഞാൻ നിന്നിൽ നിന്ന് വിപത്തുകളെ ദൂരീകരിക്കും, നിനക്ക് നിന്ദനമേൽക്കേണ്ടി വരില്ല. പ്ലീസ് ബിലീവ്. നീ നാണം കെടേണ്ടി വരില്ല. ഉറപ്പ് തന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അച്ഛനല്ല, ഉറപ്പ് തന്നത് പ്രിയപ്പെട്ട മാതാപിതാക്കളോ സഹോദരങ്ങളോ കൂട്ടുകാരോ ജീവിത പങ്കാളിയോ ബെസ്റ്റ് ഫ്രണ്ട്സോ ഒന്നുമല്ല. നിനക്ക് ജീവൻ നൽകിയ, നിന്നെ ഈ പ്രശ്നത്തെ അതിജീവിക്കാൻ, ഇന്നൊരു ദിവസം കൂടെ പൂർത്തിയാക്കാൻ, നാളെ മോളെ ഇറങ്ങടാ എന്ന് പറഞ്ഞ് കൂടെ മുമ്പേ നടക്കുന്ന കർത്താവ് പറയുന്നത്, നിനക്ക് നിന്ദനമേൽക്കേണ്ടി വരില്ല, നീ നാണം കെടേണ്ടി വരില്ലെന്ന്. ഈശോ അല്ലേ പറയുന്നത്? ബിലീവ് ഇറ്റ്. അപ്പോൾ സഫാനിയ പ്രവാചകനോട് കർത്താവ് പറഞ്ഞു, വചന ഹൃദയത്തിൽ ഏറ്റെടുത്തേ, നിന്റെ നാണക്കേട് മാറും, നീ ആനന്ദിക്കും.
ഇസ്രായേലിൻ്റെ ദൈവം വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ കൂടെയുണ്ട്. നിനക്കെതിരെയുള്ള വിധി അവൻ പിൻവലിച്ചിരിക്കുന്നു. നിന്റെ ശത്രുക്കളെ അവൻ നിന്റെ മുമ്പിൽ നിന്ന് ചിതറിക്കുന്നു. ഇസ്രായേലിൻ്റെ ദൈവം യോദ്ധാവ് നിന്റെ കൂടെയുണ്ട്. ഇനി നീ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല. നിന്റെ കരങ്ങൾ ദുർബലമാവാതിരിക്കട്ടെ. നിനക്കെതിരെയുള്ള വിധി മാറിയിരിക്കുന്നു. ഇനി നാണം കെടേണ്ടി വരില്ല. ഈശോയെ, ഞാനിത് വിശ്വസിക്കുന്നു. ഈശോയോട് പറ, ഈ വചനം എടുത്ത് വായിച്ചിട്ട് പറയണം, കർത്താവെ ഞാനിത് വിശ്വസിക്കുന്നു, ഞാനിത് സ്വീകരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇപ്പോൾ ഈ വചനത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് സ്വീകരിക്കുക. കർത്താവ് ഈശോ മിശിഹായെ, അങ്ങയുടെ വചനം വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ ഈ മകനെ, ഈ മകളെ ഈ സമയം തന്നെ അനുഗ്രഹിക്കണേ. സെഫാനിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഞങ്ങൾ വായിച്ച ഈ വചനത്തിന് അഭിഷേകം ഇപ്പോൾ നൽകണമേ. കടന്നു പോകുന്ന സങ്കടങ്ങൾ, ഒറ്റപ്പെടലുകൾ, നിരാശ, തെറ്റിദ്ധാരണകൾ, അതുപോലെ ഉണ്ടായ മുറിവുകളെ ഈ സമയം ഈ വചനത്തിൽ അങ്ങ് സൗഖ്യപ്പെടുത്തണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.